Hi everyone, today I am going to discuss about deadlock avoidance, which is one of the three deadlock handling methods. In this scheme, it ensures the system never get into deadlocked state. അതായത് ഡെഡ്ലോക്ക് സ്കീമിനകത്ത് അവോയ്ഡൻസ് സ്കീമിനകത്ത് പറയുന്നത് ഒരു സിസ്റ്റം ഒരിക്കലും എങ്ങോട്ടേക്ക് പോകില്ല, ഡെഡ്ലോക്ക് സ്റ്റേറ്റിലേക്ക് പോകില്ല. ഈ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് സ്കീം വർക്ക് ചെയ്യുന്നത് ഓരോ പ്രോസസ്സുകൾക്കും എത്ര റിസോഴ്സസിനെ മാക്സിമം വേണമെന്ന് പ്രയറായിട്ട് പറഞ്ഞിരിക്കണം. അതായത് ആ സിസ്റ്റത്തിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ പ്രോസസ്സുകൾക്കും വേണ്ട റിസോഴ്സസുകൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് അൽഗോരിതം ആണ്. സോ അതുകൊണ്ടാണ് ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം എന്ന് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഈ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സുകളും തരുന്ന റിക്വസ്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കും. ഈ റിക്വസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ റിസോഴ്സസുകൾക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റുകൾ അയാൾക്ക് റിസോഴ്സുകളിനെ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് ആയിരിക്കുമോ അൺസേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഒരു സിസ്റ്റം സേഫ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് നോ ഡെഡ്ലോക്ക് എന്നാണ്. അൺസേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് എ റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം വിച്ച് ടെസ്റ്റ് ഓൾ ദ റിക്വസ്റ്റ് made by process for resource. It check for the safe state. If after granting request system remain in the safe. System can be considered to be in safe state if it is not in a state of deadlock and can allocate resource up to maximum available. അതായത് ഒരു സിസ്റ്റം സേഫ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ ഡെഡ്ലോക്ക് ഇല്ല. നമുക്ക് പ്രോസസ്സുകൾ ചോദിക്കുന്ന റിസോഴ്സസുകളിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. A safe sequence of process and allocation of resource ensure a safe state. അതായത് സേഫ് സ്റ്റേറ്റിലുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സേഫ് സീക്വൻസ് കാണും. സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകളുടെയും റിസോഴ്സസുകളുടെ അലോക്കേഷൻ എല്ലാം ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് എന്തുണ്ടാകാൻ ചാൻസസ് ഇല്ല, ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ലായിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റം സേഫ് ആണെന്ന് പറഞ്ഞാൽ അവിടെ പ്രോസസ്സുകളുടെ ഒരു സേഫ് സീക്വൻസ് കാണും. സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് ആയിരിക്കും. അവിടെ ദർ ഈസ് നോ പോസിബിലിറ്റി ഫോർ ഡെഡ്ലോക്ക്. Avoidance can be done with the Banger's algorithm. 4 data structures are used to implement the Banger's algorithm. Let n be the number of processes in the system and m be the number of resource type. First data structure is available. Available എന്ന് പറയുന്നത് 1 dimensional array ആണ്. അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എത്ര റിസോഴ്സസുകൾ അവൈലബിൾ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് അവൈലബിൾ റിസോഴ്സ് ഓഫ് ഈച്ച് ടൈപ്പ്. ഒരു സിസ്റ്റത്തിനകത്ത് 4 റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ എ ബി സി ഡി എന്ന് പറയുന്ന റിസോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും എത്രണ്ണം അവൈലബിൾ ആണെന്ന് കാണിക്കുന്ന ഡേറ്റ സ്ട്രക്ചറാണ് അവൈലബിൾ. രണ്ടാമത്തെയാണ് മാക്സ്. മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 dimensional അറേ ആണ്. അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ പ്രോസസ്സുകൾക്കും എത്ര റിസോഴ്സസുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ P0 എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എ എന്ന് പറയുന്ന റിസോഴ്സ് 10 ആവശ്യമുണ്ട്. ആ പ്രോസസ്സ് P0 എന്ന് പറയുന്നതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 10 റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സ് എന്ന് പറയുന്ന ഓരോ പ്രോസസ്സിനും എത്ര മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് വേണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മാക്സ്. തേർഡ് വൺ അലോക്കേഷൻ. അലോക്കേഷനും 2 dimensional അറേ ആണ്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സുകൾക്കും എത്ര റിസോഴ്സുകളിനെ ഇപ്പോൾ കറൻ്റ്ലി കിട്ടി, അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ P0യ്ക്ക് എ എന്ന് പറയുന്ന റിസോഴ്സസിൻ്റെ 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി 8 എണ്ണം കൂടി ഉണ്ട്. അപ്പം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി അലോക്കേറ്റഡ് ടു ഈച്ച് പ്രോസസ്സ് നമ്പർ എത്രയാണെന്ന് കാണിക്കുന്നു. ഇനി അടുത്തതാണ് നീഡ്. നീഡ് എന്ന് പറഞ്ഞാൽ 2 dimensional അറേ ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ പ്രോസസ്സുകൾക്കും റിമൈനിങ് എത്രണ്ണം കൂടി വേണം. അപ്പം മുമ്പ് പറഞ്ഞ എക്സാമ്പിളിനകത്ത് P0യ്ക്ക് മാക്സിമം എ എന്ന് പറയുന്ന റിസോഴ്സ് 10 ആണ് വേണ്ടത്. അയാൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഇനി എത്രണ്ണം കൂടി വേണം? 8 കൂടി വേണം. അപ്പം നീഡ് എന്ന് പറയുന്നത് നീഡ് ഓഫ് P0 എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? 8 ആയിരിക്കും.
അപ്പം നീഡ് കാണാനുള്ള ഇക്വേഷനാണ് മാക്സ് മൈനസ് അലോക്കേഷൻ. അപ്പോൾ P0യ്ക്ക് എ എന്ന് പറയുന്ന റിസോഴ്സിന് മാക്സിമം 10 ആണ് വേണ്ടത്. കറൻ്റ്ലി ഇപ്പോൾ അയാൾക്ക് 2 കിട്ടിയിട്ടുള്ളൂ. ഇനി എത്ര എണ്ണം കൂടി വേണം? 8 വേണം. അപ്പോൾ ഇത്രയും 4 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐ ആം എക്സ്പ്ലെയിനിങ് ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതം കൺസിസ്റ്റ് ഓഫ് സേഫ്റ്റി അൽഗോരിതം ആൻഡ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. First, safety algorithm. This algorithm is used to check whether the system is in safe state or not. Here I am mentioning the simplified form of the algorithm which I have shared already in the PPT. Let us see safety algorithm. First, we have to initialize work equal to available. That means available is the number of available resource of each type. Next step is check the need of process I is less than or equal to work. Then we have to calculate the new work equal to work plus allocation. This will check for all process P, that means for all PIs. This condition is true for all PIs, then the system is in safe state. And also we got a safe sequence, that is a safe sequence is the sequence in which the process can be safely executed. One is resource request algorithm. In this algorithm, when a request for resource is made by process PI, the following actions are taken. First, check if the request of process PI is less than or equal to need of PI, then go to step 2. If the request of process PI less than or equal to available, if it is true, then we go to step 3. In step 3, we have to modify the state as follows. Available equal to available minus request of process PI, and second one is allocation of process PI equal to allocation of process I plus request of process I. Then we have to calculate need of process I equal to need of process I minus request of process I. Next step is check if the new state is safe or not by using the Banger's safety algorithm. Got one problem for deadlock avoidance. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം സേഫ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്ത് അതുപോലെ തന്നെ സേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ സേഫ് സീക്വൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് 5 പ്രോസസ്സുകളുണ്ട്, P0 തൊട്ട് P4 വരെ. അതുപോലെ തന്നെ 3 റിസോഴ്സസുകളുണ്ട്, A, B, C. ആ എയുടെ ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സ്, അതായത് എക്ക് 10 ഇൻസ്റ്റൻസുകൾ അവൈലബിൾ ആണ്, അതായത് 10 കോപ്പീസ് അവൈലബിൾ ആണ്. ബിക്ക് 5 ആണ് അവൈലബിൾ ആയിട്ടുള്ള, സിക്ക് 7. അപ്പോൾ എ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുന്നത് 10, ബിക്ക് 5, സിക്ക് 7. നമ്മളുടെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇങ്ങനെ തന്നിരിക്കും, പ്രോസസ്സുകൾ തന്നിരിക്കും, കറൻ്റ്ലി അലോക്കേഷൻ ഓരോ പ്രോസസ്സുകൾക്ക് എത്രണ്ണം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാക്സിമം ഓരോരുത്തർക്കും ഓരോ റിസോഴ്സുകൾ എത്രണ്ണം വേണം, ഇനി അവൈലബിൾ ആയിട്ട് എത്രണ്ണം ഉണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നീഡ് മെട്രിക്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാങ്കർ സേഫ്റ്റി അൽഗോരിതം യൂസ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടത്. P0 എന്ന് പറയുന്ന പ്രോസസ്സിന് എ എന്ന് പറയുന്ന റിസോഴ്സിന്റെ 0 ഇൻസ്റ്റൻസേ കിട്ടിയിട്ടുള്ളൂ, അതായത് ഒന്നും കിട്ടിയിട്ടില്ല. P0 എന്ന് പറയുന്ന പ്രോസസ്സിന് ബി എന്ന് പറയുന്ന റിസോഴ്സിന്റെ ഒരു ഇൻസ്റ്റൻസ് കിട്ടി. പക്ഷെ അതുപോലെ തന്നെ സി എന്ന് പറയുന്ന റിസോഴ്സസ് P0ക്ക് കിട്ടിയത് 0 ആണ്. പക്ഷെ അയാൾ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രണ്ണം വേണമെന്ന്. P0ക്ക് എയുടെ 7 ആണ് വേണ്ടത്, ബിയുടെ 5 ആണ് വേണ്ടത്, സിയുടെ 3 ആണ് വേണ്ടത്. പക്ഷേ അവൈലബിൾ ആയിട്ട് എയും ബിയും സിയും എത്രണ്ണേ ഉള്ളൂ? 3, 3, 2 ഉള്ളൂ അവൈലബിൾ. എല്ലാവർക്കും കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്കും എ, ബി, സി എന്ന് പറയുന്ന റിസോഴ്സുകൾ എത്രണ്ണം വേണം, അത് ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 2 എ എന്ന് പറയുന്ന റിസോഴ്സിനെ കിട്ടിയിട്ടുള്ളൂ, ബി എന്ന് പറയുന്ന ഒന്നും കിട്ടിയിട്ടില്ല, സി എന്ന് പറയുന്ന റിസോഴ്സൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അയാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മാക്സിമം എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, 3, 2, 2 ആണ്. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ദ നീഡ് മെട്രിക്സ്. ഓരോ പ്രോസസ്സുകളുടെയും നീഡ് കണ്ടുപിടിക്കണം.
നീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നീഡ് ഈക്വൽ ടു മാക്സ് മൈനസ് അലോക്കേഷൻ. ഇത് ഓരോ പ്രോസസ്സുകളുടെയും കണ്ടുപിടിക്കണം. ഇവിടെ P0യുടെ നീഡ് മെട്രിക്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് P0യുടെ മാക്സിമം അയാൾക്ക് വേണ്ടത് A എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ 7, B എന്ന് പറയുന്നത് 5, C എന്ന് പറയുന്നത് 3. അയാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എയുടെ ഒന്നും കിട്ടിയിട്ടില്ല, 0 ഇൻസ്റ്റൻസ് ആണ്, ബിയുടെ 1, സിയുടെ 0. സോ നമ്മളുടെ നീഡ് ഓഫ് P0 എന്ന് പറയുന്നത് എത്ര വരും? 7 - 0 7 വരും, 5 - 1 4 വരും, 3 - 0 3. അങ്ങനെ ഓരോ പ്രോസസ്സുകളുടെയും എന്ത് കണ്ടുപിടിക്കണം? നീഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓരോ പ്രോസസ്സുകളുടെയും നീഡ്, ഓരോ റിസോഴ്സുകളുടെയും നീഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ട നീഡ് മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ഈ സിസ്റ്റം സേഫ് ആണോ അല്ലയോ എന്ന് നോക്കണം. ഇങ്ങനത്തെ ഈ റിസോഴ്സസുകളെല്ലാം ഏത് ഓർഡറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓരോ പ്രോസസ്സുകൾക്ക്. കാരണം കറൻ്റ്ലി ഇപ്പോൾ എത്രയുള്ള അവൈലബിൾ? എയുടെ 3 ഉള്ള അവൈലബിൾ, ബിയുടെ 3, സിയുടെ 2 ഉള്ള അവൈലബിൾ. ഇനി ഈ ഇത്രയും റിസോഴ്സസുകൾ വെച്ച് ആർക്കൊക്കെ റിസോഴ്സസുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, സിസ്റ്റം സേഫ് ആക്കാം, ഡെഡ് ലോക്ക് ഇല്ലാതെ നോക്കാൻ പറ്റും എന്ന് നോക്കാം. അതിനുവേണ്ടി ബാങ്കേഴ്സ് അൽഗോരിതം ചെക്ക് ചെയ്യണം. ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് സേഫ്റ്റി അൽഗോരിതം, അതിനകത്ത് 2 സ്റ്റെപ്പാണ് മെയിൻലി ചെയ്യുന്നത്. ആദ്യം അവൈലബിളിനെ ഞാൻ എങ്ങോട്ടേക്ക് ഇനിഷ്യലൈസ് ചെയ്യണം? വർക്ക് എന്ന് പറയുന്നതായിട്ട് സെറ്റ് ചെയ്യണം. അവൈലബിളിൻ്റെ വാല്യൂവിനെ വർക്കായിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ പ്രോസസ്സുകളുടെയും നീഡെന്ന് പറയുന്നത് ഈ വർക്കിൻ്റെ കാട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്? കാരണം അവൈലബിൾ ആയിട്ട് 332 മാത്രമേ ഉള്ളൂ അവൈലബിൾ. അതിൽ കുറവ് ആവശ്യമുള്ളവരോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ആദ്യം തൊട്ട് ചെയ്യുന്നു, ഐയുടെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. അന്നേരം P0 എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതായിട്ട് സെറ്റ് ചെയ്യണം? അവൈലബിൾ ആയിട്ട് സെറ്റ് ചെയ്യണം. സോ ഇവിടെ അവൈലബിളിൻ്റെ വാല്യൂ എത്രയാണ്? എയുടെ 3 ആണ് അവൈലബിൾ, ബിയുടെ 3 ആണ് അവൈലബിൾ, സിയുടെ 2 ആണ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ 332 എന്ന് പറയും. ഇനി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം. P0ൻ്റെ നീഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. P0യുടെ നീഡെന്ന് പറയുന്നത് 743 ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 332 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നോക്കുമ്പോൾ 3 എന്ന് പറയുന്ന റിസോഴ്സ് 3 ഉള്ളൂ അവൈലബിൾ. പക്ഷേ P0ക്ക് എത്രണ്ണം വേണം? 7 വേണം. ബി എന്ന് പറയുന്ന റിസോഴ്സസ് 3 ഉള്ളൂ, ബിക്ക് എത്രണ്ണം വേണം? 4 എണ്ണം വേണം, 2. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന റിസോഴ്സ് 2 ഉള്ളൂ അവൈലബിൾ, എത്രണ്ണം വേണം? 3 വേണം. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്, റോങ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് പ്രോസസ്സിനെ എടുക്കുന്നു. അതായത് ഐയുടെ വാല്യൂ 1 ആകുന്നു. അപ്പോൾ P1 എന്ന് പറയുന്ന പ്രോസസ്സ് ചെക്ക് ചെയ്യുന്നു. അവിടെയും എന്ത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്? വർക്കിൻ്റെ വാല്യൂ അവൈലബിൾ ആക്കി സെറ്റ് ചെയ്യുന്നു. അതായത് വർക്ക് 332 ആയിരിക്കും. എന്നിട്ട് നീഡ് ഓഫ് P1ൻ്റെ നീഡ് എത്രയാണ്? ഓരോ റിസോഴ്സസുകൾക്കും P1ന് എത്ര വെച്ച് വേണം? 122 ആണ് വേണ്ടത്. സോ നീഡ് ഓഫ് P1 എന്ന് പറയുന്നത് 122, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 332. അത് ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന റിസോഴ്സ് 1 ആണ് വേണ്ടത്. എത്രണ്ണം അവൈലബിൾ ആയിട്ടുണ്ട്? 3 ആയിട്ട് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ആർക്ക് കൊടുക്കാൻ പറ്റും? 1ന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 2 ആണ് അയാൾക്ക് വേണ്ടത്. എത്രണ്ണം അവൈലബിൾ ഉണ്ട്? 3 ഉണ്ട്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് 2 ആണ് അയാൾക്ക് വേണ്ടത്. അത് എത്രണ്ണം അവൈലബിൾ ഉണ്ട്? 2 ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ന്യൂ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇയാൾ ചോദിച്ചിരിക്കുന്ന റിസോഴ്സസുകളുടെ എല്ലാം അയാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അയാൾ അന്നേരം എന്ത് ചെയ്യുന്നു? P1 എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാളുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസുകളെയും ഫ്രീ ആക്കി തരും. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. W = W + അലോക്കേഷൻ ഓഫ് P1. അപ്പം 332 ആണ് വർക്കിൻ്റെ ഓൾഡ് വാല്യൂ പ്ലസ് അലോക്കേഷൻ ഓഫ് P1. P1ൻ്റെ അലോക്കേഷൻ എത്രയാണ്? 200 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ന്യൂ വർക്ക് എന്ന് പറയുന്നത് എത്ര വരും 532 എന്ന് പറയും. അതായത് ഇനിയും പുതിയതായിട്ട് ഇത്രയും അവൈലബിൾ ഉണ്ട്. P1 അതിൻ്റെ റിസോഴ്സസുകളിനെയെല്ലാം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് റിസോഴ്സസുകളിനെയെല്ലാം ഫ്രീ ആക്കുന്നു. അന്നേരം ഇത്രയും അവൈലബിൾ ആയിരിക്കും. P1 എന്ന് പറയുന്ന പ്രോസസ്സിനെ എനിക്ക് സേഫ്ലി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. സോ സേവ് സീക്വൻസിലേക്ക് ഞാൻ P1നെ ആഡ് ചെയ്തു. ഇനി ഐയുടെ വാല്യൂ 2 ആക്കുന്നു. എന്നിട്ട് അടുത്ത പ്രോസസ്സ് എടുക്കുന്നു. അപ്പോൾ ഇനിയും തൊട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ 532 ആയിരിക്കും. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട നീഡ് ഓഫ് P2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കാണ് എന്ന് ചെക്ക് ചെയ്യണം. P2ൻ്റെ നീഡ് എന്ന് പറയുന്നത് 600 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്നത് 532 ആണ്. കാരണം P2 എന്ന് പറയുന്ന പ്രോസസ്സിന് എ എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ 6 വേണം, പക്ഷേ അവൈലബിൾ ആയിട്ട് 5 ഉള്ളൂ. അതുപോലെ തന്നെ ബിയും സിയും വേണ്ട, പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നതിൻ്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആയി. ഇനി അതുകൊണ്ട് ഞാൻ ഐയുടെ വാല്യൂ 3 ആക്കി അടുത്ത പ്രോസസ്സിന് എടുക്കുന്നു P3. സോ വർക്ക് എന്ന് പറയുന്ന പഴയ വാല്യൂ തന്നെ ആയിരിക്കും 532. അതായത് എയുടെ 5 അവൈലബിൾ ആണ്, ബിയുടെ 3 അവൈലബിൾ ആണ്, സിയുടെ 2 അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ഈ കണ്ടീഷനാണ് നീഡ് ഓഫ് P3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. നീഡ് ഓഫ് P3 എന്ന് പറയുന്നത് 011 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 532. അന്നേരം കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എയുടെ ഇൻസ്റ്റൻസ് ഒന്നും വേണ്ട, എയുടെ ബിയുടെ ഒരെണ്ണം വേണം, അതുപോലെ സിയുടെ ഒരെണ്ണം വേണം. എത്രണ്ണം അവൈലബിൾ ഉണ്ട് 532 ഉണ്ട്. അന്നേരം ഈ P3ക്ക് നമുക്ക് വേണമെങ്കിൽ ഈ അയാൾ ചോദിച്ച റിസോഴ്സസുകളെല്ലാം കൊടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടീഷൻ ട്രൂ ആയി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ന്യൂ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ന്യൂ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഴയ വർക്ക് എന്ന് പറയുന്നത് 532 പ്ലസ് അലോക്കേഷൻ ഓഫ് P3 എത്രണ്ണം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 211 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ വർക്ക് കിട്ടും 743. അതിൻ്റെ മീനിങ് ഇയാൾക്ക് ഇത്രയും അയാൾ ചോദിച്ച റിസോഴ്സസുകളിനെ എല്ലാം കൊടുത്തു കഴിഞ്ഞ് P3 സേഫ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സസുകളിനെ എല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ ഇത്രയും 743 എന്ന് പറയുന്ന റിസോഴ്സസുകളെല്ലാം ഇത്രയും ഇൻസ്റ്റൻസുകൾ അവൈലബിൾ ആയിരിക്കും. P3നെ നമുക്ക് സേഫ് സീക്വൻസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് P1 കഴിഞ്ഞിട്ട് P3നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1 P3 റിസോഴ്സസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കറക്റ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകത്തില്ല. അങ്ങനെ ഓരോ റിസോഴ്സസുകളുടെയും കൂടി ഓരോ പ്രോസസ്സുകളുടെയും കൂടി കണ്ടുപിടിക്കണം. അടുത്ത പ്രോസസ്സിനെ എടുക്കണം P4 എന്ന് പറയുമ്പോൾ വർക്കിനെ നമ്മൾ 743 ആയിട്ട് സെറ്റ് ചെയ്യണം. നീഡ് ഓഫ് P4 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 431 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 743. അതായത് P4ന് എ എന്ന് പറയുന്ന റിസോഴ്സ് 4 വേണം. എത്രണ്ണം അവൈലബിൾ ഉണ്ട്, 7 അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ P4ന് ബി എന്ന് പറയുന്ന റിസോഴ്സ് 3 വേണം. എത്രണ്ണം അവൈലബിൾ ഉണ്ട്, 4 അവൈലബിൾ ഉണ്ട്. സി എന്ന് പറയുന്ന റിസോഴ്സ് വേണം, 1 ആണ് വേണ്ടത്. എത്രണ്ണം അവൈലബിൾ ഉണ്ട്, 3 എന്ന് പറയുന്ന അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ റിക്വസ്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വർക്ക് പ്ലസ് അലോക്കേഷൻ ഓഫ് 4 ദാറ്റ് ഈസ് 743 പ്ലസ് 002 ഈക്വൽ ടു 745 വരും. അതായത് ഈ P4നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ കയ്യിലുള്ള റിസോഴ്സസുകളെല്ലാം ഇനി മറ്റേ ആൾക്ക് അടുത്ത് വരുന്ന ആൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായിരിക്കും നമ്മളുടെ പുതിയ വർക്ക് എന്ന് പറയുന്നത് 745. അതായത് എ എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ 7 അവൈലബിൾ ആയിരിക്കും, ബി എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ 4 അവൈലബിൾ ആയിരിക്കും, സി എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ 5 അവൈലബിൾ ആയിരിക്കും. അപ്പോൾ P4നെ ഞാൻ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യും, സേവ് സീക്വൻസിലേക്ക് ആഡ് ചെയ്യും. ഇനിയും P1ഉം P3യും P4ഉം മാത്രമേ നമ്മളുടെ സേവ് സീക്വൻസിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി ആരുടെയൊക്കെ റിക്വസ്റ്റോടെ സാറ്റിസ്ഫൈ ചെയ്യണം, P0ൻ്റെയും P2നെയും. അപ്പോൾ ഞാൻ വീണ്ടും ഐയുടെ വാല്യൂ 0 ആക്കുന്നു, P0നെ എടുക്കുന്നു. അപ്പോൾ പുതിയ വർക്ക് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ട് 745 ആയിരിക്കും. ഇനി നീഡ് ഓഫ് P0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. P0യുടെ നീഡ് 743 ആണ്. എത്രണ്ണം അവൈലബിൾ ഉണ്ട്, 745 ഉണ്ട്. അന്നേരം ഈ റിക്വസ്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. P2 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ റിക്വസ്റ്റോടെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. സോ വർക്ക് എന്ന് പറയുന്നത് 755 എന്ന് വരും.
നീഡ് ഓഫ് P2 എന്ന് പറയുന്നത് 600 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 753 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 7A റിസോഴ്സസുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ 5B റിസോഴ്സസുകൾ അവൈലബിൾ ആണ്, 5C റിസോഴ്സസുകൾ അവൈലബിൾ ആണ്. P2 എന്ന് പറയുന്ന പ്രോസസ്സിന് 6A റിസോഴ്സസ് ആണ് അവൈലബിൾ. നമുക്ക് അന്നേരം ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ന്യൂ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ഓഫ് P2 755 പ്ലസ് 302 എന്ന് കാൽക്കുലേറ്റ് ആഡ് ചെയ്യുന്നു. അപ്പം 1057 എന്ന് വരും. അതായത് നമുക്ക് എത്ര തന്നെ ഇനിഷ്യലി നമുക്ക് എയും ബിയും സിയും എത്ര ഇൻസ്റ്റൻസുകളാണോ അത്രയും തന്നെ ലാസ്റ്റിൽ ഫ്രീ ആകുന്നു. കാരണം എല്ലാ പ്രോസസ്സുകളുടെയും റിക്വസ്റ്റുകൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ അവൈലബിൾ നേരത്തെ എത്ര ആയിരുന്നു അവൈലബിൾ അത്രയും തന്നെ ആകുന്നു. 1057 ഇനിഷ്യലി എ ഇൻസ്റ്റൻസ് 10 ആയിരുന്നു, ബി ഇൻസ്റ്റൻസ് 5 ആയിരുന്നു, സി ഇൻസ്റ്റൻസ് 7 ആയിരുന്നു. അത്രയും തന്നെ നമ്മൾ ലാസ്റ്റിൽ ഒരു പ്രോസസ്സുകളിനെ എല്ലാം സേഫായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ സേവ് സീക്വൻസിലേക്ക് ഞാൻ P0ൻ്റെ കൂടെ P2 കൂടി ആഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് സേവ് സ്റ്റേറ്റിൽ സിസ്റ്റം എന്ന് പറയുന്നത് സേവ് സ്റ്റേറ്റിലെത്തി. ഇപ്പോൾ സേവ് സ്റ്റേറ്റിലാകുമ്പോൾ അവിടെ ഡെഡ് ലോക്ക് കാണത്തില്ല. This is the method to find out whether the system is safe or not by using Banger's safety algorithm. We will discuss one problem related to resource request algorithm in the next video. Thank you.